റബ്ബിൻ്റെ പൊരുത്തം വാങ്ങി റബ്ബിലേക്കടുത്ത് റബ്ബിൻ്റെ ഇഷ്ടം പിടിച്ച് വാങ്ങിയവരെ കുറിച്ചാണ് നാം യഥാർത്ഥത്തിൽ മഹാന്മാരെന്ന് പറയുന്നത്. അവർ ദുന്യാവ് വിറ്റ് ആഖിറം വാങ്ങിയവരാണ്. ശാശ്വതമായ പരലോകത്ത് ജീവിക്കണമെന്ന ചിന്തയോടെ ഈ നശ്വരമായ ലോകം വലിച്ചെറിഞ്ഞവരാണ്. ആ മഹാന്മാർക്ക് റബ്ബ് മതി, അവൻ്റെ പൊരുത്തം. അതാണ് അവരുടെ ജീവിതാഭിലാഷം തന്നെ. ഞാനൊരു കഥ പറയട്ടെ. ഇമാം ഇസുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയതമ തൻ്റെ ആഭരണം മഹാനവറുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആഭരണം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾ നല്ലൊരു തോട്ടം വാങ്ങണം. കാരണം ഇപ്പോൾ തോട്ടത്തിനൊക്കെ വില കുറവാണല്ലോ. ആ സമയത്ത് ആ നാട്ടിൽ വളരെ പ്രയാസത്തിലും എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ചുയരുന്ന സമയമാണ്. ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് തോട്ടങ്ങളൊക്കെ വിറ്റ് കയ്യിലുള്ളതെല്ലാം വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ മഹാനവറുകളുടെ ഭാര്യ ഇത് പറയുന്നത്. ഉടനെ മഹാനവറുകൾ അത് വാങ്ങി വിറ്റ് കിട്ടിയ കാശ് പാവപ്പെട്ടവർക്കൊക്കെ സ്വതക്ക ചെയ്തു. പിന്നീട് ഒരു ദിവസം ഭാര്യ ചോദിച്ചു, നിങ്ങൾ തോട്ടം വാങ്ങിയോ, പറമ്പ് വാങ്ങിയോ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വാങ്ങി, പക്ഷെ അത് ഇവിടെയല്ല. പിന്നെ എവിടെയാണ്? ഞാൻ സ്വർഗത്തിലാണ് ആ തോട്ടം വാങ്ങിയിട്ടുള്ളത്. സ്വർഗത്തിലോ? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനതൊക്കെ വിറ്റ് കിട്ടിയ കാശ് മൊത്തം പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈർ എന്ന മറുപടിയാണ് കൊടുത്തത്. കാരണം ആ മഹദിക്കറിയാം, ഇവിടെയല്ല ജീവിതം, അവിടെയാണ് നമുക്കുള്ള ശാശ്വതമായ ജീവിതമെന്ന്. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അവർ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ റബ്ബിനെ മതി, പരലോകം വിജയിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളതെല്ലാം അവർ സ്വതക്കകൾ ചെയ്ത് ആഖിറം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു, റബ്ബിൻ്റെ പൊരുത്തം നേടാൻ നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ പൊരുത്തത്തിലായുള്ള ജീവിതം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.